അതായത് ഡി പാർട്ട്. എന്താണ് ഡി പാർട്ട്? സിഗ്മ കെ ഈക്വൽ ടു 0 to 7 ഇ റേസ് ടു മൈനസ് 3 പൈ കെ ബൈ 4 എക്സ് ഓഫ് കെ അല്ലേ? ഇതല്ലേ കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് ഇനി ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? സർക്കുലർ ഷിഫ്റ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. സർക്കുലർ ഷിഫ്റ്റ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് n minus m of n can be written as x of k e raised to minus j 2 pi k m by n. അല്ലേ? ഇതല്ലേ സർക്കുലർ ഷിഫ്റ്റ് പ്രോപ്പർട്ടി? നമുക്കിവിടെ n എത്രയാണ്? 8 സാമ്പിൾസ് അല്ലേ? അപ്പൊ എന്താണ് ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് n minus m 8 equal to x of k e raised to minus j 2 pi k. എമ്മിന് നമുക്ക് എന്ത് കൊടുക്കാം? എമ്മിന് 3 by 8. എന്തുകൊണ്ടാ? നമുക്ക് e raised to 3 pi k by 4 അല്ലേ വേണ്ട. അപ്പൊ നമുക്ക് എമ്മിന് 3 കൊടുക്കാം. ഓക്കെ, ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഇനി ഐ ഡി എഫ് ടി എടുത്തേ. ഇതെന്താവും? എക്സ് ഓഫ് കെ ഇ റേസ് ടു മൈനസ് 2 8 കട്ടായ ജെ 3 പൈ കെ ബൈ 4 എന്ന് എഴുതാലോ. ഇനി ഇതിന്റെ ഐ ഡി എഫ് ടി എടുത്തേ. ടേക്ക് ഐ ഡി എഫ് ടി ഓഫ് ഇ റേസ് ടു മൈനസ് ജെ 3 പൈ കെ ബൈ 4 ഇൻറ്റു എക്സ് ഓഫ് കെ. അതായത് നമുക്ക് ഈ സൈഡ്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഐ ഡി എഫ് ടി എടുക്കണം. ഓക്കെ, എങ്ങനെ ഐ ഡി എഫ് ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു 1 by n. ഐ ഡി എഫ് ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. ഐ ഡി എഫ് ടി എടുക്കുമ്പോൾ നമ്മൾ 1 by n മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ 1 by n ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 0 to 7 എക്സ് ഓഫ് കെ e raised to minus j 3 pi k by 4 into e raised to minus j 2 pi n k by 8. കിട്ടില്ലേ? ഇത് കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി n, സ്മോൾ n x of k e raised to minus j 3 pi k by 4. ഓക്കെ, ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2 pi n എന്ന് പറയുന്നത് 0 ആയില്ലേ? ഇ റേസ് ടു 0 1 അല്ലേ? അപ്പൊ ആ ടേം നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. എന്ത് കിട്ടി ഐ ഡി എഫ് ടി? 1 by 8 into sigma k equal to 0 to 7 x of k e raised to minus j 3 pi k by 4. കിട്ടിയോ? മനസ്സിലായോ? എഴുതിയോ എല്ലാരും? ഓക്കെ, ഇനി നമുക്കറിയാം ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഓഫ് കെ അല്ലേ? Therefore, what will be the IDFT of x of k? Can be written as x of n. Okay. Similarly, നമുക്ക് ഇപ്പൊ കിട്ടിയ സൊല്യൂഷൻ, അതായത് ഡി എഫ് ടി എടുത്ത എന്ത് കിട്ടും? ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് 3
8 equal to e raised to minus j 3 pi k by 4 into x of k. ഇതല്ലേ വന്നത്? ഇതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇ റേസ് ടു മൈനസ് 3 പൈ കെ ബൈ 4 ഇൻറ്റു എക്സ് ഓഫ് കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത്. സർക്കുലർ ഷിഫ്റ്റ് പ്രോപ്പർട്ടി അനുസരിച്ച് ഐ ഡി എഫ് ടി ഒക്കെ എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ച് ഐ ഡി എഫ് ടി എടുത്ത എന്ത് കിട്ടും? ഐ ഡി എഫ് ടി ഓഫ് ഇ റേസ് ടു മൈനസ് ജെ 3 പൈ കെ ബൈ 4 ഇൻറ്റു എക്സ് ഓഫ് കെ. ഓക്കെ, ഇൻറ്റു എക്സ് ഓഫ് കെ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇത്രയും ടേംസ് ആണ്. എക്സ് ഓഫ് കെ വിൽ ബി ഈക്വൽ ടു what? X of circular convolution of n minus 3 of 8 samples. Okay. എഴുതി എത്രേ? ഇനി നമ്മൾ നേരത്തെ ഡി എഫ് ടി അതായത് ഐ ഡി എഫ് ടി ചെയ്തപ്പോൾ നമ്മൾ n ഈക്വൽ ടു 0 കൊടുത്തു. അതേപോലെ എന്ത് ചെയ്യണം? ഇവിടെ n ഈക്വൽ ടു 0 കൊടുക്കണം. ഓക്കെ, ഐ ഡി എഫ് ടി ഓഫ് ഇ റേസ് ടു മൈനസ് ജെ 3 പൈ കെ ബൈ 4 ഇൻറ്റു എക്സ് ഓഫ് കെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? എത്ര? 1/8 ഇൻറ്റു എഴുതിക്കോ, സിഗ്മ കെ ഈക്വൽ ടു 0 ടു 7 എക്സ് ഓഫ് കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 3 പൈ കെ ബൈ 4 അല്ലേ ഐ ഡി എഫ് ടി? അത് ഈക്വൽ ടു n 0 കൊടുത്തപ്പോഴാണ് നമുക്ക് ഈ ടേം കിട്ടിയത്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? n ഈക്വൽ ടു 0 കൊടുക്കണം. 0 മൈനസ് 3. ഓക്കെ, കൊടുക്കണം. ഈ 8 ഇപ്പുറത്ത് കൊണ്ടുവരാമല്ലോ. സിഗ്മ കെ ഈക്വൽ ടു 0 ടു 7 എക്സ് ഓഫ് കെ ഇ റേസ് ടു മൈനസ് ജെ 3 പൈ കെ ബൈ 4 ഈക്വൽസ് 8 ഇൻറ്റു കിട്ടിയോ? ഇത്ര മനസ്സിലായോ? നമുക്ക് കണ്ടുപിടിക്കുക എന്താണ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതല്ലേ ക്വസ്റ്റ്യൻ. സിഗ്മ കെ ഈക്വൽ ടു 0 ടു 7 ഇ റേസ് ടു മൈനസ് ജെ 3 പൈ കെ ബൈ 4 ഇൻറ്റു എക്സ് ഓഫ് കെ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 8 ഇൻറ്റു സർക്കുലർ കൺവല്യൂഷൻ ഓഫ് എന്താണ്? എക്സ് ഓഫ് എൻ, അതായത് എക്സ് ഓഫ് 0 മൈനസ് 3 ഓഫ് 8 സാമ്പിൾസ് അല്ലേ? അത്രയും കണ്ടുപിടിച്ചാൽ പോരെ നിങ്ങൾക്ക്? മനസ്സിലായോ? എഴുതി ഇത്രയും? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഇത്രയും ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഫൈൻ. ഇതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? സർക്കുലർ കൺവല്യൂഷൻ ചെയ്യണ്ടേ? നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ സർക്കുലർ കൺവല്യൂഷൻ ചെയ്യണം. ബട്ട് ഇത് സർക്കുലർ കൺവല്യൂഷൻ അല്ലാണ്ട് നമുക്കൊരു ഈസിയർ മെത്തേഡിൽ കൂടെ കണ്ടുപിടിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സർക്കുലർ കൺവല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പം എങ്ങനെയാ ഇത്? നമുക്ക് 0 മൈനസ് 3 എന്ന് എഴുതാലോ അല്ലേ? 0 മൈനസ് 3 ഓഫ് 8 വിൽ ബി ഈക്വൽ ടു കൺവല്യൂഷൻ ഓഫ് മൈനസ് 3 എന്ന് എഴുതാലോ. എഴുതിക്കൂടെ? ഓക്കെ, ഇതിന്റെ ഈസിയർ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? എക്സ് ഓഫ് എത്ര സാമ്പിൾസ് ആണ്? n ഈക്വൽ ടു 8 അല്ലേ പറഞ്ഞേക്കുന്നത്? 8 ഇവിടെ എന്താണ്? മൈനസ് 3 അല്ലേ? മൈനസ് 3 എന്തായിരിക്കും ഇത്? എക്സ് ഓഫ് 5 നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, എക്സ് ഓഫ് 5 എന്താണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന? ക്വസ്റ്റ്യൻ സാമ്പിൾസിൽ എക്സ് ഓഫ് 5 എന്താണ്? -1 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? -1 കിട്ടി. കിട്ടിയില്ലേ? -1 മനസ്സിലായോ? നമുക്ക് തന്നേക്കുന്ന സാമ്പിൾസ് മൈനസ് എന്താണ് കൺവല്യൂഷൻ ചെയ്യേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതിയാൽ മതി. 8 മൈനസ് 3. ഓക്കെ, ഇത് ഈസിയർ മെത്തേഡ് ആണ്. ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പം എന്ത് കിട്ടും? എക്സ് ഓഫ് 8 മൈനസ് 3 വിൽ ബി ഈക്വൽ ടു എക്സ് ഓഫ് 5. എക്സ് ഓഫ് 5 എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? -1. എഴുതിയോ ഇത്രയും?
ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഇത്രയും വാല്യൂ കിട്ടി, ഇനി കണ്ടുപിടിക്കാമല്ലോ. സിഗ്മ k ഈക്വൽ ടു 0 to 7 e റേസ് ടു മൈനസ് j 3 k by 8 ഇൻറ്റു എക്സ് ഓഫ് കെ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി അത് എന്ത് ചെയ്യണം? എന്തായിരുന്നു നേരത്തെ? 8 ഇൻറ്റു ദിസ് ടേം അല്ലേ? ഈ ടേം എത്ര കിട്ടി നമുക്ക്? -1 കിട്ടി. അപ്പൊ എന്ത് കിട്ടും? 8 ഇൻറ്റു -1 ഈക്വൽ ടു -8. കിട്ടിയോ ആൻസർ? മനസ്സിലായോ ഇത് ചെയ്യാൻ എങ്ങനെയാണെന്ന്? മനസ്സിലായോ? അടുത്തതിലോട്ട് പോവാം. നെക്സ്റ്റ് ഈസ് സിഗ്മ k ഈക്വൽ ടു 0 to 7 എക്സ് ഓഫ് കെ സ്ക്വയർ. ഇവിടെ എന്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്യും പറഞ്ഞു? സ്ക്വയർ വരുന്നുണ്ട്. സ്ക്വയർ വരുന്ന ഒരു തിയറം ഞാൻ പഠിപ്പിച്ചില്ലേ? റിലേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. എന്താണ്? എക്സ് ഓഫ് കെ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കുവാണെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? പാർസീവൽസ് തിയറം. ഇങ്ങനത്തെ കേസ് അല്ലെങ്കിൽ സ്ക്വയർ കേസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് DFT അങ്ങനെ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ, ഇത്രയും കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കുവാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പാർസീവൽസ് തിയറം യൂസ് ചെയ്യണം. ഓക്കെ, എഴുതിക്കോ പാർസീവൽസ് തിയറം. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതല്ലേ സ്റ്റേറ്റ്മെന്റ്? എന്താണ് പാർസീവൽസ് തിയറം? സിഗ്മ n ഈക്വൽ ടു 0 to n minus 1 എക്സ് ഓഫ് n സ്ക്വയർ ഈക്വൽ ടു 1 by n സിഗ്മ k ഈക്വൽ ടു 0 to n minus 1 എക്സ് ഓഫ് k സ്ക്വയർ. ഇതല്ലേ എഴുതിയത് കഴിഞ്ഞ ക്ലാസ്സിൽ പാർസീവൽസ് തിയറം? നമുക്ക് എന്താണ് n ഈക്വൽ ടു 8? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് n ഈക്വൽ ടു 8. എഴുതിയോ? എഴുതിയോ എല്ലാവരും? മാറ്റട്ടെ. ഓക്കെ, ഇനി എന്ത് കിട്ടും? n ഈക്വൽ ടു 8 കൊടുത്ത സിഗ്മ k ഈക്വൽ ടു 0 to 7 എക്സ് ഓഫ് കെ സ്ക്വയർ ഈക്വൽ ടു 8 സിഗ്മ n ഈക്വൽ ടു 0 to 7 എക്സ് ഓഫ് n സ്ക്വയർ. എക്സ് ഓഫ് n അറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. എന്തെഴുതും അപ്പം? എക്സ് ഓഫ് n എടുത്ത് സ്ക്വയർ എടുത്ത് n ഈക്വൽ ടു 0 to 7 വരെ വേരി ചെയ്ത് 8 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ പ്ലസ് 0 പ്ലസ് 1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. It should be equal to 8 into 36 equal to 288 എന്ന് കിട്ടും. ഓക്കെ, എഴുതിയെടുത്തോ എല്ലാവരും? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സർക്കുലർ കൺവല്യൂഷൻ. സർക്കുലർ കൺവല്യൂഷൻ മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത് അതിൽ റെസ്പോണ്ട് ചെയ്യും. അടുത്ത ടോപ്പിക് തുടങ്ങണം, സർക്കുലർ കൺവല്യൂഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരും, അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, എഴുതിക്കോ ക്വസ്റ്റ്യൻ. ഫൈൻഡ് സർക്കുലർ കൺവല്യൂഷൻ. എന്താണ് സർക്കുലർ കൺവല്യൂഷൻ? പറഞ്ഞ ആരെങ്കിലും എന്താണ്? DFT of x1 of n, convolution of x1 of n and x2 of n will be equal to product of x2 of k into x1 of k. അതല്ലേ കൺവല്യൂഷൻ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചല്ലേ പ്രോപ്പർട്ടീസിൽ.
ഇനി നമുക്ക് അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ, ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്തോ. ഫൈൻഡ് the circular convolution of two sequence എഴുതിക്കോ. x of n equal to 1 2 4 6 and h of n equal to 1 1 1. എഴുതിയോ ക്വസ്റ്റ്യൻ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നമുക്ക് സർക്കുലർ കൺവല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം അതിനെന്ത് വേണം? നമുക്ക് തന്നേക്കുന്ന സാമ്പിൾസിന്റെ ലെങ്ത് അറിയണം. ഓക്കെ, നമുക്ക് തന്നേക്കുന്ന, അതായത് എക്സ് ഓഫ് എൻ, ലെങ്ത് ഓഫ് എക്സ് ഓഫ് എൻ എത്രയാ പറഞ്ഞേ? എക്സ് ഓഫ് എന്നിന്റെ ലെങ്ത് എത്രയാ? അതെ, 4. അതേപോലെ എച്ച് ഓഫ് എന്നിന്റെ ലെങ്ത് എത്രയാ? എച്ച് ഓഫ് എന്നിന്റെ 3. ഓക്കെ, അപ്പം ഈ എക്സ് ഓഫ് എന്നും എച്ച് ഓഫ് എന്നും കൺവല്യൂഷൻ ചെയ്യണമെങ്കിൽ അവരുടെ നമ്പർ ഓഫ് സാമ്പിൾസ് ഈക്വൽ ആക്കണം. ഓക്കെ, ഈക്വൽ ആക്കണം. ഓക്കെ, ഈക്വൽ ആക്കും മുമ്പ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ടിന് എത്ര ലെങ്ത് വേണം എന്നുള്ളത് അറിയണം. ഓക്കെ, ഔട്ട്പുട്ട് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? എഴുതിക്കോ. മാക്സിമം ഓഫ് എൽ കോമ എം. ഓക്കെ, എൽ എന്ന് പറയുന്നത് എക്സ് ഓഫ് എന്നിന്റെ ലെങ്ത്, എം എന്ന് പറയുന്നത് എച്ച് ഓഫ് എന്നിന്റെ ലെങ്ത്. ഓക്കെ, മാക്സിമം ഓഫ് എൽ എന്തുവാണ്? 4, എം എന്താണ്? 3. എന്താണ് ആൻസർ? 4 3 മാക്സിമം എന്താണ്? 4 അല്ലേ? അപ്പൊ ഔട്ട്പുട്ടിന്റെ ലെങ്ത് എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി ചെയ്യേണ്ടത്, നമുക്ക് എക്സ് ഓഫ് എൻ 4 ആണ് ലെങ്ത്, എച്ച് ഓഫ് എൻ 3 ആണ് ലെങ്ത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എച്ച് ഓഫ് എന്നിന്റെ ലെങ്ത് 4 ആക്കണ്ടേ? സെയിം ആക്കണ്ടേ? അതിന് എന്ത് ചെയ്യണം? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ച് സീറോ പാഡിങ്. ഓക്കെ, സീറോ പാഡിങ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യാണ്? ആഡിങ് സീറോസ് ടു ദി ഇൻപുട്ട് ഫോർ മേക്കിംഗ് ദി ലെങ്ത് ഈക്വൽ. ഓക്കെ, അപ്പം എഴുതിക്കോ. മേക്ക് h of n length equal to length of x of n. Okay, by appending zeros. ഓക്കെ, അപ്പൊ എങ്ങനെ? അപ്പൊ എച്ച് ഓഫ് എൻ എന്താവും? എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്ക് 1 1 1 ഉണ്ട്. 4 സാമ്പിൾസ് ആക്കണം. അപ്പൊ നമ്മൾ ഒരു സീറോ ആഡ് ചെയ്യും. മനസ്സിലായോ? ഇത്രയും? ഓക്കെ, ഇനി നമ്മൾ ഇപ്പം കൺവല്യൂഷൻ ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്താണ്. ഓക്കെ, രണ്ട് മെത്തേഡ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ സർക്കുലർ കൺവല്യൂഷൻ ചെയ്യാമെന്നാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് കൺവല്യൂഷൻ ചെയ്യുമ്പം എന്താണ് y ഓഫ് n എന്താണ് കിട്ടേണ്ടത്? എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ ഓഫ് എച്ച് ഓഫ് എൻ. ഓക്കെ, ഇതല്ലേ എക്സ്പ്രഷൻ കൺവല്യൂഷന്റെ? നമുക്ക് എന്ത് ചെയ്യാം? y ഓഫ് n. അപ്പൊ എഴുതിക്കോ. ആദ്യം എച്ച് ഓഫ് n മെട്രിക്സ് ഫോമിൽ എഴുതണം. ഓക്കെ, എച്ച് ഓഫ് n മെട്രിക്സ് ഫോം ആക്കുമ്പോൾ എഴുതണം ആദ്യം 1 1 1 1 1 1 1 0. ഇതല്ലേ എലമെന്റ്സ്? നമുക്ക് ഔട്ട്പുട്ടിന്റെ ലെങ്ത് 4 ആണ്. അപ്പൊ നമ്മള് എഴുതുന്ന എച്ച് ഓഫ് എൻ ഏത് ഓർഡർ ആയിരിക്കണം? 4/4 ഓർഡർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെ നമ്മൾ ഇതിനെ 4/4 ഓർഡർ ആക്കുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത്രയും മനസ്സിലായോ? ആദ്യം 1 1 1 0 കോളം വൈസ് എഴുതുക. എഴുതിയോ എല്ലാരും? എന്റെ കൂടെ വരണം. എഴുതിയോ? ഇനി അടുത്ത കോളം എഴുതുമ്പോൾ
എന്ത് ചെയ്യണം? ഈ സീറോ ഫസ്റ്റ് എലമെന്റ് ആവും, സീറോ. ബാക്കി സീറോ കഴിഞ്ഞ് സ്റ്റാർട്ടിങ് എലമെന്റ്സ് താഴോട്ട് എഴുതും, 1 1 1. ഓക്കെ. അതുപോലെ തന്നെ തിരിച്ച് 1 കഴിഞ്ഞ് നെക്സ്റ്റ് എലമെന്റ്, അതായത് അല്ല, ഈ 1 ഈ സീറോന്, അതായത് ഫസ്റ്റ് കോളത്തിന്റെ ലാസ്റ്റ് എലമെന്റ് സെക്കൻഡ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ് ആയതുപോലെ ഇവിടെയും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അതായത് ഈ 1 എന്താവും? തേർഡ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ് ആവും. ഓക്കെ, 1 കഴിഞ്ഞ് എന്താ ബാക്കി എലമെന്റ്സ് സെയിം ഓർഡറിൽ എഴുതുക, 1 1 1 0 1. നെക്സ്റ്റ് എന്താവും? ഈ 1 എന്ത് ചെയ്യും? ലാസ്റ്റ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ് ആവും. അപ്പൊ എന്താവും? 1 1 0 1. ഓക്കെ. എങ്ങനെ എഴുതിയ മനസ്സിലായോ? നമ്മുടെ സാമ്പിൾസ് h of n എന്താണ്? 1 h of n എന്താണ്? 1 1 1 0. ഓക്കെ, അപ്പം അത് ഫസ്റ്റ് കോളം ആയിട്ട് എഴുതാം, 1 1 1 0. ഈ 0 നെക്സ്റ്റ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ് ആയി. ഓക്കെ, അപ്പൊ 0 കഴിഞ്ഞ് അടുത്ത 1 1 1. ഓക്കെ, പിന്നെ ഈ ലാസ്റ്റ് എലമെന്റ് 1 എന്ന് പറയുന്നത് അടുത്ത കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ് ആയി. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഈ 1 ആണ്. അപ്പൊ ഈ 1 കഴിഞ്ഞ് ബാക്കി എലമെന്റ് എന്താണ്? 0 1 1 എഴുതി. നെക്സ്റ്റ് ഈ എലമെന്റ് വീണ്ടും ലാസ്റ്റ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ് ആയി 1. അത് കഴിഞ്ഞ് ലാസ്റ്റ് 1 0 1. മനസ്സിലായോ ഇത് എഴുതിയത്? ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? h of n എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഇനി h of n ഇൻറ്റു എന്താണ്? പ്രോഡക്റ്റ് ആണ് എടുക്കേണ്ടത്, x of n. x of n ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, എന്താണ്? 1 2 4 6. ഓക്കെ, എന്താണ് മൾട്ടിപ്ലൈ ചെയ്തേ? മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ എല്ലാവർക്കും. എന്ത് കിട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ? ഇത് ഏത് ഓർഡർ ആണ്? 4/4. ഇത് ഏത് ഓർഡർ ആണ്? 4/1. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ഒരു 4/1 ഓർഡർ ഉള്ള മെട്രിക്സ് കിട്ടില്ലേ? മൾട്ടിപ്ലൈ ചെയ്തേ എന്ത് കിട്ടും? ഫസ്റ്റ് റോ ഇൻറ്റു കോളം, പിന്നെ സെക്കൻഡ് റോ ഇൻറ്റു കോളം, അങ്ങനെ കണ്ടുപിടിച്ചേ എന്തായിരിക്കും? എന്ത് കിട്ടും? ഫസ്റ്റ് എലമെന്റ് 11 കിട്ടി, സെക്കൻഡ് 9, പിന്നെ 7 12. കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ പറ, കിട്ടിയോ? ഓക്കെ, ഇനി ഞാൻ ഇപ്പൊ പറഞ്ഞത് മെട്രിക്സ് മെത്തേഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം, കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ്. കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് എഴുതിയെടുത്തോ ഇത്? അടുത്ത മെത്തേഡിലോട്ട് പോവാം. കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെ അടുത്ത മെത്തേഡ് ചെയ്യാമെന്നാണ്. ഓക്കെ, നമുക്ക് തന്നേക്കുന്നത് എന്താണ്? എക്സ് ഓഫ് എൻ 1 2 4 6. h of n എന്താണ് തന്നേക്കുന്നത്? 1 1 1. സെയിം പ്രോസസ് ആണ്. ആദ്യം നമ്മൾ ലെങ്ത് ഈക്വൽ ആക്കണം. ഓക്കെ, എക്സ് ഓഫ് n ലെങ്ത് 4 ആണ്, 1 2 4 6. അതുപോലെ h of n ലെങ്ത് ഈക്വൽ ആക്കണം. h of n അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഒരു 0 അപ്പൻഡ് ചെയ്യണം. ഓക്കെ, സെയിം പ്രോസസ് ആണ്. മനസ്സിലായോ ഇത്? നമ്മൾ മെട്രിക്സ് മെത്തേഡിൽ ചെയ്ത അതേ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സെയിം ആണ്. എഴുതിയോ ഇത്രയും?
ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 3, നമ്മളൊരു സർക്കിള് വരയ്ക്കും. ഓക്കെ, ഒരു സർക്കിള് വരയ്ക്കും. ഈ സർക്കിളിൽ നമ്മൾ എക്സ് ഓഫ് എൻ, അതായത് നമ്മുടെ ആദ്യത്തെ സീക്വൻസ് എക്സ് ഓഫ് എൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതും. ഓക്കെ, അപ്പൊ എഴുതിക്കോ. ഡ്രോ ഔട്ടർ സർക്കിൾ and write first sequence in anti-clockwise direction. Draw outer circle and write first sequence in anti-clockwise direction. Okay, അപ്പൊ എങ്ങനെ എഴുതും? 1 ആന്റി ക്ലോക്ക് വൈസ് എങ്ങനെയാണ്? ഇങ്ങോട്ടല്ലേ? 1 2 4 and 6. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഇനി അടുത്ത സ്റ്റെപ്പ് 4. ഇനി നമ്മളൊരു ഇപ്പൊ ഒരു ഔട്ടർ സർക്കിൾ ആണ് വരച്ചത്. ഇനി നമുക്കൊരു ഇന്നർ സർക്കിൾ വരയ്ക്കണം. ഡ്രോ ഇന്നർ സർക്കിൾ and write second sequence in തിരിച്ചെഴുതണം, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് സർക്കിൾ, അതായത് ഔട്ടർ സർക്കിൾ നമ്മൾ വരച്ചു. 1 2 4 6. ഇനി ഒരു ഇന്നർ സർക്കിൾ വരയ്ക്കുക. അത് ഫസ്റ്റ് സീക്വൻസ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എഴുതി. ഇന്നർ സർക്കിളിലെ സീക്വൻസ് നമ്മൾ ക്ലോക്ക് വൈസിൽ എഴുതണം. 1 1 1 0. അത് ഇങ്ങോട്ടാണ് എഴുതിയത്. മനസ്സിലായോ? എഴുതിയോ എല്ലാവരും? ആദ്യം ഒരു ഔട്ടർ സർക്കിൾ വരച്ചു. ഫസ്റ്റ് സീക്വൻസ് എക്സ് ഓഫ് എൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതി. 1 2 4 6. സെയിം പ്രൊസീജിയറിൽ ഒരു ഇന്നർ സർക്കിൾ വരച്ചു. എച്ച് ഓഫ് എൻ എങ്ങനെ എഴുതി? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എഴുതി. 1 1 1 0. മനസ്സിലായോ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 5. നമുക്ക് എന്ത് ചെയ്യണം? y ഓഫ് n ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എന്താണ്? y ഓഫ് 0 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്ക് y ഓഫ് 0, y ഓഫ് 1, y ഓഫ് 2, y ഓഫ് 3 4 ഔട്ട്പുട്ടിന്റെ ലെങ്ത് 4 അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ y ഓഫ് 0 കണ്ടുപിടിക്കണം. y ഓഫ് 0 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ആ സർക്കിൾ നിങ്ങൾ നോക്കി, നമ്മളിപ്പോ വരച്ച നമുക്കൊരു ഔട്ടർ സർക്കിൾ ഉണ്ട്. ആന്റി ക്ലോക്ക് വൈസിൽ സീക്വൻസ് എഴുതി. 1 2 4 6. ഒരു ഇന്നർ സർക്കിൾ ഉണ്ട്. ക്ലോക്ക് വൈസിൽ സീക്വൻസ് എഴുതി. എച്ച് ഓഫ് എൻ എഴുതി. 1 1 1 0 അല്ലേ? ഇനി നമ്മൾ y ഓഫ് 0 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെ? 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 4 പ്ലസ് 1 ഇൻറ്റു 6. എത്ര കിട്ടി? കണ്ടുപിടിച്ചേ. 11 കിട്ടിയില്ലേ? മനസ്സിലായോ ഈ സ്റ്റെപ്പ്? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന സാമ്പിൾസ്, സർക്കിളിൽ വരുന്ന സാമ്പിൾസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. മനസ്സിലായോ?
ഇനി അടുത്ത നമ്മൾ y(1) കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഷിഫ്റ്റ് y(1) തൊട്ട് കണ്ടുപിടിക്കണേ നമ്മൾ ഷിഫ്റ്റിംഗ് ചെയ്യണം. ഷിഫ്റ്റിംഗ് മീൻസ് rotating inner circle. Okay, inner circle in anti-clockwise direction for a single point. അതായത് y(1) കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്യും. ഒരു സാമ്പിൾ ഷിഫ്റ്റ് ചെയ്യും ഇന്നർ സർക്കിൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അത്രയുള്ളൂ. അപ്പൊ ഇതൊന്ന് റീഡ്രോ ചെയ്ത് എങ്ങനെ വരും? ഇത് നമ്മൾ ഇന്നർ ഔട്ടർ സർക്കിൾ ആണെങ്കിൽ ഔട്ടർ സർക്കിളിൽ മാറ്റം വരില്ല. 1, 2, 4 ആൻഡ് 6. ഇനി ഇന്നർ സർക്കിൾ ആണെങ്കിൽ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എങ്ങനെ ഷിഫ്റ്റ് ആവും പറഞ്ഞ? 1 ഒരു സാമ്പിൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. 1 1 0 1 കിട്ടിയോ? ഇനി മൾട്ടിപ്ലൈ ചെയ്തോ y(1) കണ്ടുപിടിക്കാം. ഇനി സാമ്പിൾസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തോ y(1) എങ്ങനെ കിട്ടും? 1 × 1 പ്ലസ് 2 × 1 പ്ലസ് 4 × 0 പ്ലസ് 6 × 1. എത്ര കിട്ടി? 9 കിട്ടിയില്ലേ? അതുപോലെ y(2)നും ഒരു സാമ്പിൾ ഷിഫ്റ്റ് ചെയ്യുക, y(3)ക്കും ഒരു സാമ്പിൾ ഷിഫ്റ്റ് ചെയ്യുക. ഷിഫ്റ്റ് ചെയ്ത് വരച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ തെറ്റില്ല. ഓക്കെ, y(2) എങ്ങനെ വരും? നമ്മുടെ ഔട്ടർ സർക്കിളിൽ ഒരു സാമ്പിൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. വീണ്ടും എന്ത് പറ്റും? 1 1 1 0. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്തോ. y(2) = 1 × 1 പ്ലസ് 2 × 1 പ്ലസ് 4 × 1 പ്ലസ് 0 × 6. എത്ര കിട്ടും? 7. കിട്ടിയില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആരും പറഞ്ഞ്. ഇനി ലാസ്റ്റ് നമുക്ക് എന്ത് വേണം? y(3) ഷിഫ്റ്റ് ചെയ്ത് y(3) എഴുതിയോ ഇത്രയും? y(3) ഷിഫ്റ്റ് ചെയ്ത് y(3) ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു സാമ്പിള് ഷിഫ്റ്റ് ചെയ്യണം. ഇവിടെ 0 വരും. 1 1 1. എന്ത് കിട്ടും? y(3) will be equal to 0 × 1 plus 2 × 1 plus 1 × 4 plus 1 × 6. എന്ത് കിട്ടും? 12 കിട്ടും. അപ്പൊ നമ്മൾ മെട്രിക്സ് മെത്തേഡിൽ ചെയ്തപ്പോഴും കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് ചെയ്തപ്പോൾ ആൻസർ സെയിം ആയിട്ട് വന്നില്ലേ? 11 9 7 12. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? സർക്കുലർ കൺവല്യൂഷൻ 2 മെത്തേഡ്സ് നോക്കി. മെട്രിക്സ് മെത്തേഡും കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡും. ഓക്കെ, 2 മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. എഴുതിയോ എല്ലാരും? അടുത്തതിലോട്ട് പോവാം. ഇനിയൊരു ചെറിയൊരു പോർഷൻ, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. മാർക്ക് ചെയ്തോ. ലീനിയർ കൺവല്യൂഷൻ യൂസിങ് സർക്കുലർ കൺവല്യൂഷൻ. ഓക്കെ, നമ്മൾ സർക്കുലർ കൺവല്യൂഷൻ എങ്ങനെ ലീനിയർ കൺവല്യൂഷൻ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ,
അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാത്തിലും പോലെ സെയിം ആണ്, സീറോ പാഡിങ്. ഓക്കെ, അപ്പൊ എഴുതിക്കോ, ലീനിയർ കൺവല്യൂഷൻ, ലീനിയർ കൺവല്യൂഷൻ, ലീനിയർ കൺവല്യൂഷൻ, linear convolution of two sequence x of n having L samples and h of n having m samples can be performed by circular convolution. അതാണ് നമ്മളിപ്പോ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ, സർക്കുലർ കൺവല്യൂഷൻ. ഓക്കെ, ഇതിൽ വരുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലെങ്ത്തിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ആഫ്റ്റർ പാഡിങ് n-1 zeros to x of n and L-1 zeros to h of n, the length of convoluted sequence will be L plus m-1. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുത്താൽ മതി. കൺവല്യൂട്ടഡ് സീക്വൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താവും? L plus m-1 ആവും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ h of n-ന് സീറോ പാഡിങ് ചെയ്തപ്പോൾ എത്ര സീറോസ് കൊടുത്തു? L-1. അതായത് x of n-ന്റെ ലെങ്ത് L, അതായത് 4-1, 3 സീറോസ് അല്ല പാഡ് ചെയ്തത്. അതേപോലെ x of n-നാണ് സീറോ പാഡിങ് ചെയ്യണമെങ്കിൽ നമ്മൾ n-1 സീറോസ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ കൺവല്യൂട്ടഡ് സീക്വൻസിന് എന്തായിരിക്കും ലെങ്ത്? L plus m-1. എഴുതിയോ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം നോക്കാം. നോട്ട് കംപ്ലീറ്റ് ചെയ്തോണം കേട്ടല്ലോ.